എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. UAE-യിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ വെസ്റ്റ് സോൺ എന്ന കമ്പനിയിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത്. ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE-യിലെ ഒരു മികച്ച അല്ലെങ്കിൽ UAE-യിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ്. ഇവർക്ക് കീഴിൽ റീറ്റെയിൽ സ്റ്റോറുകളുണ്ട്. UAE-യിൽ റീറ്റെയിൽ സ്റ്റോറുകളുണ്ട്. അതേപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി കൂടിയാണ് ഈ ഒരു വെസ്റ്റ് സോൺ എന്നൊരു കമ്പനി. അപ്പോൾ ഇവർക്ക് കീഴിലുള്ള വെസ്റ്റ് സോൺ സൂപ്പർ മാർക്കറ്റുകളിലേക്കും അതേപോലെ വെസ്റ്റ് സോൺ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്കുമാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വെസ്റ്റ് സോൺ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ്. ഇത് വന്നിട്ടുള്ളത് ദുബായിലേക്കാണ്. UAE ദുബായിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത്. ബുച്ചർ, ക്യാഷ്യർ, മെർച്ചൻഡൈസർ, സ്റ്റോർ മാനേജർ, സ്റ്റോർ കീപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം: സ്റ്റോർ മാനേജർ, സ്റ്റോർ കീപ്പർ, ബുച്ചർ, ക്യാഷ്യർ, മെർച്ചൻഡൈസർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾ വിവാഹം ചെയ്തവരോ ഡിവോഴ്സ് ആയവരോ ഇതുവരെ വിവാഹം ചെയ്യാത്തവരാണെങ്കിൽ പോലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കും. അതിന് യാതൊരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെ ഇതിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഫുൾ ടൈം വർക്ക് ആയിരിക്കും ഉണ്ടാവുക. ദുബായിലാണ് ജോലി വരുന്നത്. സാലറി കാര്യങ്ങൾ വരുന്നത് നിങ്ങളുടെ പൊസിഷന്റെയും എക്സ്പീരിയൻസിന്റെയും അതേപോലെ ഇന്റർവ്യൂ സമയത്ത് പെർഫോമൻസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും സാലറി കാര്യങ്ങൾ തീരുമാനിക്കുക. UAE ലേബർ ലോ പ്രകാരമുള്ള മറ്റു ബെനിഫിറ്റുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും വേക്കൻസികളാണ് നിലവിൽ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു, ഇവിടെ ഈ ഒരു ജോബ് റോളിലേക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു റോളുകളിലേക്കുള്ള പ്രായപരിധി പറഞ്ഞിട്ടില്ല. പുരുഷന്മാരെയും സ്ത്രീകളെയും പരിഗണിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രായപരിധി കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഫുഡ് ഉണ്ടാവുകയില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് കോൺട്രാക്ടിംഗ് വെസ്റ്റ് സോൺ ബിൽഡിംഗ് കോൺട്രാക്ടിംഗ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളാണ്. മെസൺ, മൾട്ടി ടെക്നീഷ്യൻ, ഹെൽപ്പേഴ്സ്, കാർപെന്റർ, സ്റ്റീൽ ഫിറ്റർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. മെസൺ പോസ്റ്റിലേക്ക് 4 പേരെയും, മൾട്ടി ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 3 പേരെയും, ഹെൽപ്പർ പോസ്റ്റിലേക്ക് 3 പേരെയും, കാർപെന്റർ, സ്റ്റീൽ ഫിറ്റർ പോസ്റ്റുകളിലേക്ക് 1 വീതം ആളുകളെയുമാണ് ആവശ്യമുള്ളത്. ഈ ഒരു വേക്കൻസിയിലേക്കും സെയിം ഫീൽഡ് GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഡിവോഴ്സ് ആയവരാണെങ്കിലും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് GCC എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഫുൾ ടൈം വർക്കാണ്. ദുബായ് തന്നെയാണ് ഇതും ലൊക്കേഷൻ വരുന്നത്. സാലറി കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പ്രായപരിധിയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇന്റർവ്യൂ സമയത്തായിരിക്കും അത് തീരുമാനിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പൊസിഷന്റെയും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലും ഇന്റർവ്യൂ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും സാലറി തീരുമാനിക്കുക. മറ്റു കാര്യങ്ങളെല്ലാം UAE ലേബർ ലോ പ്രകാരം ഉണ്ടായിരിക്കും. ബെനിഫിറ്റുകളെല്ലാം തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും വേക്കൻസികൾ ഒരിക്കൽ കൂടെ ഞാൻ ആ വേക്കൻസികൾ ഒന്ന് പറഞ്ഞു പോവാം. ബുച്ചർ, ക്യാഷ്യർ, മെർച്ചൻഡൈസർ, സ്റ്റോർ കീപ്പർ, സ്റ്റോർ മാനേജർ, മെസൺ, മൾട്ടി ടെക്നീഷ്യൻ, ഹെൽപ്പേഴ്സ്, കാർപെന്റർ, സ്റ്റീൽ ഫിറ്റർ എന്നീ പോസ്റ്റുകളിൽ യോഗ്യതയുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ATS ഫ്രണ്ട്ലി CV തന്നെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇമെയിലിലേക്ക് നിങ്ങൾ CV അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിന്റെ സബ്ജക്റ്റിൽ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ CV അയച്ചു കൊടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനി ഇമെയിലിലേക്ക് നിങ്ങൾക്ക് CV അയച്ചു കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് അവരുടെ കരിയർ പേജാണ്. ആ ഒരു കരിയർ പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു ജോലികളിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 മാർഗത്തിൽ ഏത് മാർഗം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം.